എന്താ പണി? ഞാൻ തിരുമ്പ അലക്കല് കഴിഞ്ഞാല് ജസ്റ്റ് ഇതാ പൊക്കിയിട്ട്. ഹായ്, ഇന്നത്തെ വീഡിയോയില് ഞാനൊരു അലക്ക് കല്ല് കൊണ്ടാണ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഈ അലക്ക് കല്ല് എന്ന് കേട്ടപ്പോൾ നിങ്ങളെ മനസ്സിലൊക്കെ വന്നിട്ടുണ്ടോ, ഈ ആധുനിക കാലത്ത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പലതരം വാഷിംഗ് മെഷീനുകൾ ഇറങ്ങുന്ന ഈ സമയത്ത് അലക്ക് കല്ലിൻ്റെ വീഡിയോ എന്തിനാ ചെയ്യണത് എന്നുള്ളത് ഉണ്ടായില്ലേ? സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വീട്ടിലെ അലക്കൽ കലാപരിപാടികളുമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധമില്ല എന്നുള്ളതാണ്. സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളെ പെണ്ണുങ്ങളോടൊന്ന് ചോദിച്ചു നോക്കി, ഇപ്പോൾ അലക്ക് കല്ലിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്നുള്ളത് പറയുമ്പോൾ, അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയും കൂടി പറയണം കേട്ടോ. ഇതാണ് അലക്ക് കല്ല്, ഞാൻ ബോക്സിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ അലക്ക് കല്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ എത്ര ചെറിയ ബാത്റൂം ആണെങ്കിലും അതിൽ വാൾ മൗണ്ട് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അലക്ക് കല്ലാണ്. കണ്ടോ, ഇത് നമുക്ക് ഇങ്ങനെ ചുമരിൽ ഫിറ്റ് ചെയ്തിട്ട് തിരുമ്പി അലക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഫോൾഡ് ചെയ്ത് അവിടെ വെക്കാം. അപ്പോൾ എന്താണ്, നമ്മളെ ബാത്റൂമിലെ സ്ഥലം പോകില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾ പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്കി, ഇങ്ങനെ ഒരു അലക്ക് കല്ല് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം നമ്മളെ കുട്ടികളെ അപ്പിയിടുന്ന ഡ്രസ്സ്, മൂത്രമൊഴിക്കുന്ന ഡ്രസ്സ്, അതുപോലെ കളിച്ച് വരുന്ന ഡ്രസ്സ്, ഇപ്പോൾ നമ്മളൊക്കെ തന്നെ ടർഫിലും മറ്റിടത്തൊക്കെ പോയി കളിച്ച് വരുന്ന ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ എത്രത്തോളം അത് ആവും എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ അതിനൊക്കെ എന്തായാലും ഒരു തിരുമ്പാനുള്ള അലക്കാനുള്ള കല്ല് ആവശ്യമാണ് അല്ലേ? ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു ബോധ്യപ്പെട്ടില്ലേ? അപ്പോൾ ചില വീടുകളിൽ എന്തുണ്ടാവും, പുറത്ത് അലക്ക് കല്ല് വെക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാവില്ല. സ്ഥലമില്ലയോ അല്ലെങ്കിൽ പ്രൈവസി പ്രശ്നമാകും. ചിലപ്പോൾ കോളനി പോലെ ഒരുപാട് വീടുകളുടെ അടിയിലൊക്കെ ആണെങ്കിൽ പുറത്തുനിന്ന് തിരുമ്പുക അലക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു സ്ത്രീകൾക്ക് ചെറിയൊരു പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അതിനും ഇയാളൊരു പരിഹാരമാണ്. അതുപോലെ തന്നെ ഹോസ്റ്റലുകളിലൊക്കെ എനിക്ക് തോന്നുന്നു നന്നായിട്ട് ഉപകാരപ്പെടും ഈ ഒരു സാധനം. നമുക്ക് കുളിക്കുന്ന സമയത്ത് തന്നെ അവിടെ തന്നെ അലക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടായാൽ അത്രയും നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ, പിന്നെ ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഇത് ചെറിയ ബാത്റൂം ആണെങ്കിൽ നമുക്ക് സ്ഥലം പോകണില്ല കേട്ടോ. കാരണം ആ ആവശ്യം കഴിഞ്ഞാൽ ഇത്രയാണ് ഇതിൻ്റെ സൈസ് വരിക. ഞാൻ എന്തായാലും ബാത്റൂമിൽ കുടുക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ചെറിയ ബാത്റൂം ആണെങ്കിൽ നമുക്ക് എന്താവില്ല, സ്ഥലം മെനക്കേട് ഉണ്ടാവില്ല. കാരണം ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഈ ഒരു സ്പേസ് അതിന് പോവുള്ളൂ. അത് ഞാൻ ഡയറക്റ്റ് ബാത്റൂമിൽ വെച്ചിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അലക്ക് കല്ല് എന്നതിനെ പറയുന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ നെയ്യപ്പം എന്ന് പറയുമല്ലോ, ശരിക്കും നെയ്യപ്പത്തിൽ നെയ്യ് ഉണ്ടാവില്ലല്ലോ എന്നതുപോലെ തന്നെ ഇതിലെന്താണ്, അലക്ക് കല്ലിൽ ശരിക്കും കല്ലില്ല. ഇതൊരു ഇമ്പോർട്ടഡ് മാറ്റാണ് ഇതിൻ്റെ പുറത്ത് വരുന്നത്. ഇത് ഇവർ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഒരു മറൈൻ പ്ലൈവുഡിലാണ്. മറൈൻ പ്ലൈവുഡ് നമുക്കറിയാം വെള്ളത്തിൽ എങ്ങനെ കിടന്നാലും കേടുവരാത്തൊരു സാധനമാണ്. പിന്നെ അതിൻ്റെ ഫിറ്റിങ്സ്, കാര്യങ്ങളൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുകൊണ്ട് തുരുമ്പ് പിടിക്കുന്ന പ്രശ്നം ഇതിന് വരാനില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വീട്ടിൽ വളരെ അത്യാവശ്യമുള്ള സാധനമാണ് നമ്മളെ വീട്ടുകാരൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് വാങ്ങുന്നതും നിങ്ങളെ പരിചയപ്പെടുത്തുന്നതും. അപ്പോൾ ഇതിനെപ്പറ്റി ഇനിയിപ്പോൾ ഇതിൻ്റെ സൈസ് 40 ആണ് കേട്ടോ. 40-40യിലാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. വെയിറ്റ് എനിക്ക് തോന്നണത്, ഒരു മിനിറ്റ്, ഇതിൽ വെയിറ്റ് ഇതിൽ എഴുതിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഒരു 3 കിലോൻ്റെ എന്തോ ഒരു കണക്ക് ഞാൻ കണ്ടിരുന്നു. അത്രയൊക്കെ തന്നെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഹാൻഡി വാഷ്, ലോണ്ടറി സ്റ്റോൺ തന്നെ ഉണ്ട് ഇവർ എഴുതിയിട്ടുള്ളത്. പക്ഷെ സ്റ്റോൺ ആണെന്ന് എനിക്ക് പറയാൻ പറ്റൂല, കാരണം ഇതിങ്ങനെ ഒരു മാറ്റാണ്. അപ്പോൾ 50 കിലോ ക്യാപ്പബിൾ, 50 കിലോ വരെ വെയിറ്റ് താങ്ങും എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ വെയിറ്റ് 3 കിലോ അങ്ങനെ എന്തോ ആണ്. ഏതായാലും നമുക്ക് വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു മാറ്റും ഈ ഒരു പ്ലൈവുഡും ആയതുകൊണ്ട് തീരെ ഭാരമില്ല. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് ബാത്റൂമിൽ ഫിറ്റ് ചെയ്ത് നോക്കുക. ഫിറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ മുന്നേ എൻ്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മളുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്കൊക്കെ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇതിപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഫിറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതൊരു ആവശ്യമായിട്ട് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്കും ഇത് വീട്ടിലെത്തണം എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണ് ഇപ്പോൾ നിങ്ങൾ താഴെ കാണുന്നത്. ഈ വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിനുള്ള എല്ലാ ഏർപ്പാടും നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി നേരെ ഫിറ്റിങ്ങിന് പോയാലോ? ഓക്കെ. ഈ ബോർഡിൻ്റെ കൂടെ വരുന്ന ഫിറ്റിങ്സുകളാണ് ഈ കാണുന്നത്. സ്ക്രൂ, പ്ലഗ്, മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മളിത് ബാത്റൂമിൻ്റെ ചുമരിൽ നമ്മളത് ഫിറ്റ് ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു ഭാഗം ഇതാണ് ബാക്ക് സൈഡ്.
അതിൽ ഈ എൽ ഷേപ്പിൽ നിൽക്കുന്ന ഈ ഒരു ഭാഗമാണ് ചുമരിൻ്റെ ഭാഗത്തേക്ക് വരിക കേട്ടോ. അപ്പോൾ ഇനി നമ്മളത് ഫിറ്റ് ചെയ്യാണ്. അത് നമുക്ക് നേരിട്ട് കാണാം എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇങ്ങനെ ഒരു ഇന്നോവേറ്റീവ് അലക്കുകല്ല് നമുക്ക് എത്തിച്ചു തന്നത് ഇമ്പം പ്രൊഡക്ഷൻസ് ആണ്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്താ പണി? ഞാൻ തിരുമ്പ കളിച്ചാൻ പോയ ജെയ്സിയെ തിരുമ്പല്ല ഈ ഒരു സാധനം കിട്ടിയതിന്റെ ശേഷം. അപ്പൊ ഇതാണ് നമ്മള് അലക്കുകല്ല് കേട്ടോ. ഈ ഒരു ചെറിയ ബാത്റൂമിൽ പോലും നമുക്ക് ഇതുപോലെ അലക്കാൻ പറ്റുന്ന ഒരു സൗകര്യം. നമ്മളിപ്പോ അലക്കല് കഴിഞ്ഞാല് ജസ്റ്റ് ഇതാ പൊക്കിയിട്ട് നമുക്ക് ഒരു സ്പേസും ഇവിടെ നഷ്ടമാവണില്ല, ഒരു സ്പേസും നഷ്ടമാവണില്ല. അപ്പൊ നമ്മളിതാ വീണ്ടും വെക്കാണ്. അപ്പൊ ഫിറ്റിംഗ് ഒക്കെ നിങ്ങള് കണ്ടല്ലോ അല്ലേ? ഫിറ്റിംഗ് കണ്ടില്ലേ? അപ്പൊ ഇതിന്റെ ഒരു സ്ട്രോങ് ഇതാ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു 50 കിലോ വരെ ഒരു താങ്ങുന്നതാണ് ബോഡി എന്താ പറയാ ബോക്സിമേൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ തുടക്കത്തിലുള്ള ആ സംശയമൊക്കെ ഇപ്പൊ മാറിയില്ലേ? ഇത് ഇപ്പത്തെ കാലത്ത് ഇത് ആവശ്യമാണോ അല്ലേ എന്നുള്ളത്. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു സാധനം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഫേസ്ബുക്ക് പേജ് എന്താ പറയാ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ ഒരു വാൾ മൗണ്ട് വാഷിംഗ് പാഡ് അല്ലെങ്കിൽ വാഷിംഗ് സ്റ്റോൺ എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഗതിയുമായി ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ സകലം.